കൊടുംചൂടിന് ആശ്വാസമായി മുംബൈയിൽ കനത്ത മഴ. ഇന്ന് ഉച്ച മുതലാണ് മുംബൈയിലും താനെയിലും സമീപ പ്രദേശങ്ങളിലും ഇടിയും മിന്നലും പൊടിക്കാറ്റും ശക്തമായ കാറ്റും മഴയും തുടങ്ങിയത്. പൂന, സാംഗ്ലി, നാസിക്, അഹമ്മദ് നഗർ, ജൽന തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പൊടിക്കാറ്റിനെ തുടർന്ന് കാഴ്ച ദൂരം കുറഞ്ഞതിനാൽ മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ ചിലത് താൽക്കാലികമായി നിർത്തിവെച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, വലിയ ചൂടിന് ശേഷം ആശ്വാസമായി മഴ വരുമ്പോഴും അത് ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കൊപ്പം കൂടിയാണോ മുംബൈയിൽ എത്തിയിരിക്കുന്നത്? വ്യോമഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതിഗതികളാണോ ഇപ്പോഴുള്ളത്? അപർണ, ചെറിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിമാന സർവീസുകളടക്കം പൊടിക്കാറ്റ് മൂലം കാഴ്ചയുടെ ദൂരപരിധിയിലെ നിശ്ചിത ദൂരപരിധി ഇല്ലാത്തത് കാരണം നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായി. പക്ഷേ കനത്ത ചൂടിൽ നിന്നും വലിയ ആശ്വാസമായി തന്നെയാണ് മുംബൈ നിവാസികളാകെ, മുംബൈ താന പ്രദേശങ്ങളിലാകെ ഈ മഴയുണ്ടായിട്ടുണ്ട്. മഴ മാത്രമല്ല, ഇടിമിന്നലോട് കൂടിയ മഴയാണ്. അതോടൊപ്പം തന്നെ പൊടിക്കാറ്റും പല സ്ഥലങ്ങളിലും ശക്തമായി തന്നെ വീശിയടിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും എല്ലാം ഉണ്ട്. പല പ്രദേശങ്ങളിലും ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത് പൂനെ, സാംഗ്ലി, സദർ, നാസിക്, അഹമ്മദ് നഗർ, ജൽന, പർബാനി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ടും റായ്ഗഡ്, ലത്തൂർ, നാഗ്പൂർ, രത്നഗിരി, സിന്ധുദുർഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാന സർവീസുകളെയാണ് ഇത് ബാധിച്ചത്. ചില വിമാന സർവീസുകൾ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വിമാന സർവീസുകളെല്ലാം പുനരാരംഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയാണ് മുംബൈ നഗരത്തിന്റെയും താനെയുടെ നഗരത്തിന്റെയും വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും ജില്ലകളിലും എല്ലാം തന്നെ ഉണ്ടായത്. ഈ സ്ഥലങ്ങളിലെല്ലാം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ ഹോൾഡിങ്ങുകൾ, റോഡിന്റെ വശങ്ങളിലുണ്ടായിരുന്ന വലിയ ഹോൾഡിങ്ങുകൾ തകർന്ന് റോഡിലേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിലും വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ കാറ്റും മഴയും കാരണം, അല്ലെങ്കിൽ കാഴ്ചയുടെ ദൂരപരിധി കുറഞ്ഞത് കാരണം ഉണ്ടായ അപകടങ്ങൾ, അങ്ങനെ ചില അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുംബൈയിലെ ജനങ്ങളിൽ നിന്ന് കനത്ത ചൂടിന് വലിയൊരു ആശ്വാസമായി തന്നെയാണ് ഈ മഴയെ അവർ ആവേശപൂർവ്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് അരുൺ ലോഹിദാസും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഏത് തരത്തിലാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്? ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലൊക്കെ ശക്തമായ മഴയും പൊടിക്കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളെല്ലാം വരുമ്പോൾ അത് ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? മുംബൈയുടെ ഇപ്പോഴത്തെ ചൂട് കൂടിയതുകൊണ്ട് പെട്ടെന്നൊരു ആശ്വാസമായിട്ടാണ് ആദ്യം തോന്നിയത്. പിന്നെ വന്ന ഇവിടുത്തെ പൊല്യൂഷൻ കാരണം, ഇവിടെ ഫുള്ള് മുംബൈയുടെ പൊല്യൂഷൻ കാരണം ഇപ്പോ ഡസ്റ്റ് ഫുള്ള് കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ നവി മുംബൈയിലാണ് കൂടുതലും ഈ ഡസ്റ്റ് സ്റ്റോങ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ വീഡിയോസ് എല്ലാം എനിക്ക് പെട്ടെന്ന് ഷെയർ ചെയ്തത്. അതിനുശേഷമാണ് ഈ സൈക്ലോണിന്റെ എഫക്റ്റ് ആണ് എന്നുള്ളൊരു ഒരു രീതിയിലോട്ട് വന്നത്. പിന്നെ ഇപ്പൊ കറന്റ്ലി സിറ്റുവേഷൻ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോ മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോ മേഘം മാത്രമേ ഉള്ളൂ കുറച്ച്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ കറന്റ്ലി ഇപ്പൊ റോഡിൽ വിക്രോളി എന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ വെച്ചിരുന്ന കുറെ എന്താ പറയുക ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ളത് റോഡിലൂടെ വീഴുകയും അതിന്റെ കുറെ അവിടുത്തെ റോഡിന്റെ കാറിന്റെ മുകളിലൂടെയൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എല്ലാം ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. ഞാനിപ്പോ ഓഫീസിനകത്താണ്. അപ്പൊ അതിന്റെ വെളിയിലോട്ട് പോകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഏതെങ്കിലും രീതിയിലുള്ള പൊടിക്കാറ്റ് മുന്നറിയിപ്പോ മറ്റോ ഉണ്ടോ? ഇനിയിപ്പോ ശക്തമായ മുന്നറിയിപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പൊടി ഭയങ്കരമായിട്ട് ഇപ്പൊ നവി മുംബൈയിൽ കൺസ്ട്രക്ഷൻ, ഒരു എയർപോർട്ട് പുതിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള പൊടി ഓൾറെഡി ഉണ്ട്. പക്ഷെ ഈ കാറ്റ് വന്നതോടുകൂടി അപ്പോ ഉൽവേ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിറ്റി ഉണ്ട്. ആ സിറ്റി ഫുള്ളായിട്ട് കാണാതായ പോലെയായി. അതിന്റെ പെട്ടെന്ന് എന്റെ വൈഫ് ഇങ്ങനെ വിളിച്ചിട്ട് വീഡിയോ കോൾ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ ഓഫീസിലായിരുന്നു ആ സമയത്ത്. നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു അരമണിക്കൂർ ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് വരുന്നത്. അപ്പോൾ എന്തോ വായത്തിന് ഞാൻ ആ സമയത്ത് ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മളെ ഓഫീസിലെത്തി ഓൾറെഡി. ആ സമയത്തൊന്നും പ്രശ്നം സംഭവിച്ചില്ല. ഓഫീസ് വന്നതിന് ശേഷമാണ് ഈ പെട്ടെന്ന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്.
റൈറ്റ്, ഓക്കെ. വളരെ നന്ദി അരുൺ ലോഹിദാസ് മുംബൈയിൽ നിന്ന് പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി കിരൺ ബാബുവിലേക്ക്. കിരൺ, സാധാരണ വ്യോമഗതാഗതത്തെ ഭാഗികമായി തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ മലിനീകരണം കാരണം ശക്തമായ പൊടിക്കാറ്റിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെ ഒരു മുന്നറിയിപ്പിലേക്ക് കൂടി സ്ഥിതിഗതികൾ പോവുകയാണോ? ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ആയി വരുമ്പോൾ ആ വിഷയം ലഘൂകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? അപർണ, അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, പ്രത്യേകിച്ച് മുംബൈയിലായാലും ഡൽഹിയിലായാലും എല്ലാം കനത്ത പൊടിക്കാറ്റ്, മലിനീകരണത്തിന്റെ തോത് ലോകത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് ഈ നഗരങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പൊടിക്കാറ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഈ മലിനീകരണത്തിനുള്ള പുകയും എല്ലാം നിറഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ ലോ വിസിബിലിറ്റി, നമ്മുടെ മുന്നിലുള്ള വസ്തുക്കൾ കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട്. ശ്വാസം മുട്ടലടക്കമുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. അത്രത്തോളം മലിനമായ വായു ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഉണ്ട് എന്നതുകൂടിയാണ്. താൽക്കാലികമായി മഴ, ഇനിയിപ്പോൾ കൂടുതൽ മഴ പെയ്യുന്നതോടുകൂടി ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സ്വാഭാവികമായി ഉണ്ടാകും. ആദ്യ മഴ വരുന്ന സമയത്താണ് പ്രധാനമായും ഈ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മുംബൈയിലും ഈ കനത്ത വേനലിനിടയ്ക്ക് ഇന്നൊരു വേനൽ മഴ മാത്രമാണ്, അത് മൺസൂൺ ആയിട്ടില്ല. വേനൽ മഴ പെട്ടെന്നുണ്ടായത് മൂലമാണ് ഈ പൊടിക്കാറ്റും അതോടൊപ്പം തന്നെ ഈ ലോ വിസിബിലിറ്റി പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിമാന സർവീസുകളടക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്ന അവസ്ഥയുണ്ടായത്. ഈ പെട്ടെന്ന് ഉണ്ടായ മഴയിലാണ് ഈ ചെറിയ ഹോൾഡിങ്ങുകളും അത്തരം സാധനങ്ങളൊന്നും അങ്ങനെ ഉറപ്പുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നിർമ്മിക്കുന്നതല്ല, താൽക്കാലികമായി നിർമ്മിക്കുന്ന ഹോൾഡിങ്ങുകളും മറ്റുമാണ്. അതിൽ ചിലതൊക്കെയാണ് തകർന്നു വീണിരിക്കുന്നത്. എന്തായാലും അത്തരം നാശനഷ്ടങ്ങളൊക്കെ മുംബൈയിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ കനത്ത ചൂടിൽ നിന്ന് സാധാരണ ആളുകൾക്ക് എ സിയോ അല്ലെങ്കിൽ കൂളറൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത, സാധാരണ ഫാൻ്റെ കീഴിലൊക്കെ കിടക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതുപോലും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് വലിയൊരു ആശ്വാസം കൂടിയാണ് ഈ കനത്ത ചൂടിൽ ഒരു മഴ എത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ മുംബൈയിലൊക്കെ മഴ എത്തുമ്പോഴേക്ക് ജൂൺ 1-ാം വാരമോ അല്ലെങ്കിൽ 2-ാം വാരമോ ഒക്കെ എത്തേണ്ടതാണ്. മിനിമം ജൂൺ 1-ാം വാരത്തിലെങ്കിലും മഴ എത്തേണ്ടതുള്ളൂ. ഇനിയും അതിന് ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് അത്തരമൊരു മഴ ലഭിക്കുന്നത് ജനജീവിതം കുറച്ച് ദിവസമെങ്കിലും സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കൂടി സഹായിക്കുന്നതാണ്. റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്.